പറയപ്പെടും നമ്മൾ ഏത് ലോകത്തിലാണോ ഉള്ളത് അവിടെ മൊത്തമായി ചേർത്ത് 7 അതിശയങ്ങൾ ഉണ്ടെന്ന്. അത് പ്രകൃതിക്ക് വിരോധമായതാണെന്ന്. പക്ഷെ ആർക്കറിയാം, ഈ ഭൂമിയിൽ ആ 7 അതിശയങ്ങളോടൊപ്പം 8ാമതൊരു അതിശയവും ഉണ്ടെന്ന്. അത് പല യുഗങ്ങളായി മറഞ്ഞിരിക്കുകയാണ്. അത് നാട്ടിനകത്തല്ല ഉള്ളത്. അത് മഞ്ഞു പ്രദേശമായ മണിപ്പൂരിൽ കടലിന് നടുക്ക് മറഞ്ഞിരിക്കുന്നു. ശരി, പൂജയ്ക്കുള്ള ഏർപ്പാടുകളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഗുരുകുലത്തിലേക്ക് പോവാം. നിങ്ങളോ? എന്ന് വെച്ചാൽ നിങ്ങൾ ഗുരുകുലത്തിലേക്ക് വരില്ലേ? ഇല്ല, ഓരോരോ വർഷവും ഭഗവാൻ ശിവന്റെ ഗുരുപൂജ ദിവസം രുചിയുള്ള പാല് കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്ത് രുചിയുള്ള പാലോ? ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നുണ്ട്. അതെ, രുചിയുള്ള പാല്. നീ ഗുരുകുലത്തിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഈ ഗ്രാമത്തിന്റെ മുഖ്യമായ രഹസ്യത്തിനെ പറ്റി നീ അറിയേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്ക്. ഈ ഗ്രാമത്തിൽ എല്ലാ വർഷവും ഭഗവാൻ ശിവന് മഹാപൂജ നടക്കും. അതുകൊണ്ട് അവർക്ക് അഭിഷേകം ചെയ്യാനായിട്ട് ഗ്രാമത്തിലെ സമുദ്രത്തിന് മധ്യയിലുള്ള മലയിലുള്ള രുചിയുള്ള പാല് കൊണ്ടാണ് അഭിഷേകം നടക്കും. എന്ത്? മലയിലുള്ള രുചിയുള്ള പാലോ? പക്ഷേ പണ്ഡിതരെ, അത് എങ്ങനെ സാധ്യമാകും? എന്ന് വെച്ചാൽ ഒരു മലയിൽ എങ്ങനെയാണ് പാൽ കിട്ടും? ഇത് കേൾക്കുമ്പോൾ തീർച്ചയായും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ ഇതാണ് നേര്. പല വർഷങ്ങൾ മുൻപ് ആ ദൈവം തന്നെ ഈ ഗ്രാമത്തിന് ഒരു വരമായിട്ട് ഈ മലയിനെ തന്നു. അതുമാത്രമല്ല, ഈ മലയിൽ നിന്നും പാൽ മാത്രം കിട്ടിയിട്ടില്ല. നീ അതിനെ എത്രയും എടുക്കുന്നുണ്ടോ അത്രത്തോളം അതിൻ്റെ ഭൂമിയിൽ സ്വർണവും കിട്ടും. എന്ത്? സ്വർണമോ? പക്ഷേ ആ സ്വർണത്തിൽ നമുക്ക് ഏതൊരു അധികാരവും ഇല്ല. ആ മലൈ, ആ സ്വർണം എല്ലാം ദൈവത്തിൻ്റെതാണ്. നമ്മൾ വിചാരിച്ചാലും അത് നമ്മളെടുത്ത് എടുക്കാൻ പറ്റില്ല. ഒരു പക്ഷേ നമ്മൾ അത് എടുക്കണമെന്ന് ശ്രമിച്ചാൽ പിന്നെ ഈ ഗ്രാമം മുഴുവൻ വ്യാധി കൊണ്ട് കഷ്ടപ്പെടും. ശരി, നീ ഇപ്പോൾ ഗുരുകുലത്തിലേക്ക് പോവും. ഞാൻ നാളെ രാവിലെ മുതൽ പൂജ നടക്കുമ്പോൾ വീണ്ടും വരുന്നുണ്ട്. ശരി പണ്ഡിതരെ. രവിക്ക് ആ മാന്ത്രിക മലയെക്കുറിച്ചുള്ള കഥ പറഞ്ഞതിന് ശേഷം പണ്ഡിതൻ നേരെ അവിടെ നിന്നും കടലിനെ നോക്കി ചെന്നു. അടുത്ത ദിവസം പണ്ഡിതൻ പൂജയ്ക്കായി കറക്റ്റ് സമയത്തിന് മണ്ഡപത്തിൽ എത്തി. രവി വളരെ താമസിച്ചാണ് മണ്ഡപത്തിലേക്ക് വന്നത്. ഗ്രാമത്തിലെ ജനങ്ങൾ മുഴുവൻ അവിടെ നിൽക്കുകയായിരുന്നു. പണ്ഡിതൻ ഒരു പഞ്ചപാത്രത്തിൽ പാലെടുത്ത് മന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ശിവപെരുമാന്റെ ലിംഗത്തിന് അഭിഷേകം ചെയ്യാൻ തുടങ്ങി. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. പണ്ഡിതൻ വളരെ ഭക്തിയോടെ അഭിഷേകം ചെയ്തു കഴിഞ്ഞു. ആ രുചിയുള്ള പാൽ പ്രസാദം എല്ലാവർക്കും അദ്ദേഹം നൽകി. പക്ഷേ വിഷമമായി. ഗ്രാമത്തിലെ ജനങ്ങൾ എല്ലാവരും ആ പാല് കുടിച്ചതും ഓരോരുത്തരുടെ വായിൽ നിന്നും വെളുത്ത നിറത്തിലുള്ള പത വരാൻ തുടങ്ങി. പിന്നെ എല്ലാവരുടെ അവസ്ഥയും വളരെ മോശമായി. ശരാ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഗ്രാമത്തിലെ ജനങ്ങളുടെ ആരോഗ്യം എന്തിനാ ഇത്രയും മോശമാകുന്നുണ്ട്? അറിയില്ല പണ്ഡിതരെ. ഇത് നല്ലതല്ല. ഇത് ശരിക്കും നല്ലതല്ല. തീർച്ചയായും ഏതോ വലിയ തെറ്റ് നടന്നിട്ടുണ്ട്. രവി, നീ വേഗം തന്നെ ഇവരെല്ലാവർക്കും വൈദ്യത്തിന് ഏർപ്പാട് ചെയ്. ഞാൻ ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത് പണ്ഡിതരെ? ആ മലയിൻ്റെ അടുത്താണ് പോകേണ്ടത്. പണ്ഡിതൻ മലയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞത് കേട്ടതും രവിയുടെ മുഖം ആകെ എന്തോ പോലെയായി. അവൻ പണ്ഡിതനെ തടയാൻ ശ്രമിച്ചു. പക്ഷെ അവൻ അത് ചെയ്യാനായില്ല. അവിടെ മറ്റൊരു വശത്ത് പണ്ഡിതൻ ആ മാന്ത്രിക മലയുടെ അടുത്തേക്ക് ചെന്നതും തന്നെ അദ്ദേഹം അതിശയിച്ചു പോയി. ഷടാ, എന്താണ് ഇത്? ഇത് വലിയ നാശമാണ്. ഇത് വളരെ വലിയ നാശമാണ്. അദ്ദേഹം നോക്കി ആ മാന്ത്രിക മല പതുക്കെ പതുക്കെ ഉരുകി കടൽ വെള്ളത്തിനോടൊപ്പം കലക്കാൻ തുടങ്ങി. ഇങ്ങനെ ഒരു കാഴ്ച ആദ്യമായാണ് അദ്ദേഹം കാണുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ എല്ലാം തന്നെ മനസ്സിലാകാൻ തുടങ്ങി. ആരോ അവരുടെ നിബന്ധനകൾ മറികടന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് നന്നായി ദേഷ്യം വന്നു. പിന്നെ ഉടനെ ഗുരുകുലത്തിലേക്ക് തിരികെ വന്നു. അല്ല പണ്ഡിതരെ, എന്തു പറ്റി? നിങ്ങൾ എന്തിനാ ഇത്രയും ദേഷ്യത്തോടുള്ളത്? കാരണം യാരോ ഒരാൾ ഇത്ര വർഷം നടന്ന പാരമ്പര്യത്തിനെ അവമതിച്ചിട്ടുണ്ട്. ആ മല ഇപ്പോൾ കൊഞ്ചം കൊഞ്ചമായിട്ട് ഉരുകിക്കൊണ്ടിരിക്കുന്നു. എന്ത്? പക്ഷേ ഇതെങ്ങനെയാണ് നടന്നത്? ഞാനും അക്കാര്യത്തിനാണ് അറിയേണ്ടത്. അപ്പോഴാണ് പണ്ഡിതൻ ഒരു യാഗം ചെയ്യാൻ തുടങ്ങിയത്. ഓം അഗ്നീയ നമഃ, ഓം അഗ്നീയ നമഃ, ഓം അഗ്നീ നമഃ. ഹേ അഗ്നിദേവ, എനിക്ക് നിങ്ങളുടെ സഹായം വേണം. ഞാൻ സത്യം അറിയാൻ എനിക്ക് നിങ്ങളുടെ സഹായം വേണം. യാരോ ഒരാൾ സതി ചെയ്ത് ഞങ്ങളുടെ പാരമ്പര്യത്തിനെ അവമതിച്ചിട്ടുണ്ട്. അവർ കാരണമാണ് ഇപ്പോൾ ഈ ഗ്രാമം മുഴുവൻ വ്യാധി കൊണ്ട അവസ്ഥയിലാണ്. ഇപ്പോൾ അതിനേക്കാളും ഭയങ്കരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ദൈവം തന്ന ആ മല ഇപ്പോൾ ഉരുകിക്കൊണ്ടിരിക്കുന്നു. ഈ ഗ്രാമത്തിലേക്ക് ഈ അവസ്ഥ വരാൻ കാരണം ആരാണെന്ന് എനിക്ക് ഇപ്പോൾ തന്നെ അറിയണം.
അപ്പോഴാണ് അഗ്നിയിൽ നിന്നും ഒരു വിചിത്രമായ ശബ്ദം കേട്ടത്. നിനക്ക് സത്യം അറിയണമല്ലോ, ഇതാണ് സത്യം. അപ്പോഴാണ് രവിക്ക് വിയർത്തൊലിക്കാൻ തുടങ്ങിയത്. അവൻ ഇത്രയും പേടി എന്തിനാണ് വന്നതെന്ന് അവന് തന്നെ മനസ്സിലായില്ല. അവൻ മനസ്സിനകത്ത് പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. യാഗത്തിന്റെ അഗ്നി വീണ്ടും അധികമായി. പിന്നെ അവിടെ ഒരു ഉരുണ്ട രൂപത്തിൽ ഒന്ന് രൂപം കൊണ്ടു. അതിൽ അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. പണ്ഡിതൻ ആ മലയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ പുറകെ തന്നെ അവിടേക്ക് രവിയും വന്നിരിക്കുകയാണ്. ഇദ്ദേഹം അവിടെയുള്ള പാലെടുത്തുകൊണ്ട് വന്നപ്പോൾ രവി ആർക്കും അറിയാതെ ആ മലയിനടുത്തേക്ക് ചെന്നു. ആ മലയുടെ പടിക്കെട്ട് ചുരണ്ടി നോക്കാൻ തുടങ്ങി, എങ്ങനെയെങ്കിലും അകത്തുള്ള സ്വർണം എടുക്കാമെന്ന്. ഇതെല്ലാം കണ്ടിട്ട് പണ്ഡിതന്റെ ദേഷ്യം വീണ്ടും അധികമായി. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത് രവി? എന്നെ ക്ഷമിച്ചേക്കൂ പണ്ഡിതരെ. എനിക്ക് ആ സ്വർണത്തിന് മേലെ അത്യാഗ്രഹം തോന്നി. എന്നെ ക്ഷമിച്ചേക്കൂ പണ്ഡിതരെ. ഞാൻ നിന്നെ ക്ഷമിക്കണോ? നീ എന്താ ചെയ്തെന്ന് നിനക്ക് എന്തെങ്കിലും അറിയോ? നീ കാരണമാണ് ഇപ്പോൾ മുഴുവൻ ഗ്രാമവും വ്യാധി കൊണ്ട അവസ്ഥയിലാണ്. പിന്നെ ആ മല ഗ്രാമത്തിന് ദൈവം തന്ന വരമാണ്, അതും ഇപ്പോൾ ഉരുകിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നീ എന്താണെന്ന് വെച്ചാൽ ഞാൻ നിന്നെ ക്ഷമിക്കണമെന്ന് കേൾക്കുന്നു. അതെ പണ്ഡിതരെ, ദയവായിട്ട് എന്നെ ക്ഷമിച്ചേക്കൂ പ്ലീസ്. ദയവായിട്ട് എന്നെ ക്ഷമിച്ചേക്കൂ. എൻ്റെ അടുത്ത് അതിനേക്കാളും ഏതൊരു വഴിയുമില്ല. എൻ്റെ അമ്മ പല വർഷങ്ങളായിട്ട് ഒരു കൊടൂര വ്യാധി കാരണം ക്ഷീണത്തിലാണ്. ഞാൻ ഒരു സാധാരണ ഗുരുകുലത്തിലുള്ള ശിഷ്യനാണ്. ഭിക്ഷ എടുത്താണ് എൻ്റെ ജീവിതം നടത്തുന്നു. എൻ്റെ മുഴുവൻ വീട്ടെയും എൻ്റെ അനിയനാണ് നോക്കുന്നത്. പിന്നെ എൻ്റെ അമ്മയുടെ വൈദ്യ ചെലവ് അവൻ്റെ വരുമാനത്തിനേക്കാളും പല മടങ്ങ് അധികമാണ്. ഞാൻ അവനെ സഹായിക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ സ്ഥിതി നോക്ക്. ഞാൻ ആ മലയിനെ കൊഞ്ചം എടുക്കാൻ ശ്രമിച്ച ഉടൻ തന്നെ എനിക്ക് മയക്കം വന്നു. ഞാൻ അവിടെ തന്നെ മയങ്ങി വീണു പോയി. എന്നെ ക്ഷമിച്ചേക്കൂ പണ്ഡിതരെ, ഞാൻ ഇത് അറിയാതെ ചെയ്തു പോയതാണ്. രവി പറഞ്ഞത് കേട്ടിട്ട് പണ്ഡിതന്റെ ഹൃദയം അലിയാൻ തുടങ്ങി. അദ്ദേഹത്തിന് അപ്പോഴാണ് മനസ്സിലായത്, അവൻ എന്ത് ചെയ്താലും അവൻ തന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ചെയ്തതെന്ന്. അവന്റെ ഉദ്ദേശത്തിൽ സ്വാർത്ഥതയില്ല, അതിൽ കഴിവില്ലായ്മയും സ്നേഹവുമാണ് ഉള്ളതെന്ന്. നിന്റെ അവസ്ഥ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് രവി. എങ്കിലും നീ ചെയ്തത് ശരിയായ കാര്യമല്ല. നീ ചെയ്ത ഒരു ചെറിയ തെറ്റ് കാരണം മുഴുവൻ ഗ്രാമവും ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. എനിക്ക് അറിയും പണ്ഡിതരെ, ഞാൻ ചെയ്ത തെറ്റിനെ ഞാൻ പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ ഏത് പറഞ്ഞാലും ഞാൻ അത് ചെയ്യാൻ തയ്യാറാണ്. രവിയുടെ നല്ല മനസ്സും പിന്നെ സങ്കടവും കണ്ട് പണ്ഡിതൻ കുറച്ചു സമയം അങ്ങനെ മിണ്ടാതെ നിന്നു. അദ്ദേഹം ആഴ്ന്ന ചിന്തയിലായി. എന്നിട്ട് അദ്ദേഹം രവിയുടെ തെറ്റ് തിരുത്തേണ്ട കടമ അദ്ദേഹം സ്വയം ഏറ്റെടുത്തു. അദ്ദേഹം അവനെ ആ കടൽക്കരയിനടുത്തേക്ക് കൊണ്ടുപോയി. അതിന്റെ നേരെ നടുക്കാണ് ആ മാന്ത്രിക മല സ്ഥിതി ചെയ്യുന്നത്. പണ്ഡിതരെ, നമ്മൾ എന്തിനാ ഇവിടെ വന്നത്? നീ ചെയ്ത തെറ്റ് കാരണമാണ് മലയുടെ പവിത്രമായ പാൽ വിഷമായിട്ട് മാറി. അതുകൊണ്ട് നീ ആ വിഷത്തിനെ കുടിച്ച് ഈ മലയുടെ അശുദ്ധത്തിനെ സരി ചെയ്യണം. ശരി പണ്ഡിതരെ, ഞാൻ ചെയ്ത തെറ്റിന് തീർവ് ഇത് മാത്രമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇത് ചെയ്യാം. പക്ഷേ ഇത് വളരെ ആപത്താണ് രവി. ഇതുകൊണ്ട് നിന്റെ പ്രാണം പോവാൻ സാധ്യതയുണ്ട്. ഞാൻ ചെയ്ത തെറ്റ് കാരണമല്ലേ ഗ്രാമത്തിലെ എല്ലാവരുടെ ജീവനും ഇപ്പോൾ ആപത്തിലുള്ളത്. ഇപ്പോൾ അവരെ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ്. അതിനുവേണ്ടി ഞാൻ എൻ്റെ ജീവൻ തരണമെങ്കിലും ശരി, അതിനും ഞാൻ തയ്യാറാണ്. രവിയുടെ ആത്മവിശ്വാസവും പിന്നെ അവന്റെ ത്യാഗശീലവും കണ്ട് പണ്ഡിതന്റെ മുഖത്ത് ഒരു ചെറിയ ചിരി വന്നു. അദ്ദേഹം മന്ത്രങ്ങൾ ജപിക്കാൻ വീണ്ടും തുടങ്ങി. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. പെട്ടെന്നൊരു അതിശയമുണ്ടായി. ആ ഉരുകുന്ന മല പെട്ടെന്ന് അതിന്റെ മുകളിൽ നിന്നും പാൽ താഴേക്ക് ഒലിക്കാൻ തുടങ്ങി. രവി ആ പാൽ തന്റെ പാത്രം കൊണ്ട് പിടിച്ചെടുത്തു. കണ്ണു മൂടിക്കൊണ്ട് അത് കുടിക്കാൻ തുടങ്ങി. അതുകൊണ്ട് പാൽ ഒലിക്കുന്നത് നിന്നുപോയി. ഇവിടെ നോക്കൂ പണ്ഡിതരെ, ഞാൻ എൻ്റെ പ്രായശ്ചിത്തം മുഴുവനായിട്ട് ചെയ്തു. ദയവായിട്ട് എന്നെ ക്ഷമിച്ചേക്കൂ. ഇങ്ങനെ പറഞ്ഞിട്ട് പാവം രവി അവിടെ തന്നെ മയങ്ങി വീണു. പണ്ഡിതരെ, പണ്ഡിതരെ, എന്തു പറ്റി രാമു? പണ്ഡിതരെ, അത്ഭുതം നടന്നിട്ടുണ്ട്. ഗ്രാമത്തിലെ ജനങ്ങളെല്ലാവരും കണ്ണു തുറന്നു. ഇപ്പോൾ എല്ലാവരും നന്നായിട്ടുണ്ട്. എന്ത് നേരാണോ? അപ്പോഴാണ് പണ്ഡിതൻ തിരിഞ്ഞു നോക്കിയത്. ആ ഉരുകിക്കൊണ്ടിരുന്ന മല കടലിലേക്ക് മുങ്ങിപ്പോയി. പിന്നെ ആ സ്ഥലത്ത് പുതിയതായി വലുതായി പ്രകാശത്തോടുകൂടി വെളുത്ത മല കടലിനു മുകളിൽ വരാൻ തുടങ്ങി. പിന്നെ അതിൽ പാൽ ഒഴുകിക്കൊണ്ടേയിരുന്നു. അതേസമയം രവിയും എണീറ്റു. അവൻ കണ്ണു തുറന്നു. അവന്റെ മുൻപിലായി ഒരു പുതിയ പാൽ ഒഴുകുന്ന മല നിന്നുകൊണ്ടിരുന്നു. ചേട്ടാ, ഞാൻ
ഞാൻ ജീവനോടുണ്ടോ? പിന്നെ ഈ മല ഇത് എവിടെ നിന്ന് വന്നത്? ഇതെല്ലാം നീ കാരണമാണ് നടന്നത് രവി. നീ ആ വിഷത്തിനെ കുടിച്ചിട്ട് ഈശ്വരനെ സന്തോഷപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ഈ ഭൂമിയിലേക്ക് മറ്റൊരു പവിത്രമായ മല വരമായിട്ട് തന്നിട്ടുണ്ട്. പണ്ഡിതൻ പറഞ്ഞത് കേട്ട് രവിയുടെ കണ്ണു നിറയാൻ തുടങ്ങി. പക്ഷെ ആ കണ്ണുനീർ അവന്റെ വിഷമത്തിന്റെയും സ്നേഹത്തിന്റെയും കണ്ണുനീരായിരുന്നു. മുഴുവൻ ഗ്രാമവും വീണ്ടും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആയി.